UDF അസോസിയേറ്റ് അംഗമാക്കിയതിന് പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ അൻവർ മത്സരിക്കണമെന്നാണ് UDF പ്രവർത്തകരുടെ ആവശ്യം. സമീർ C. മുഹമ്മദ് ചേരുന്നു. സമീർ, വ്യാപകമായ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടോ? അൻവറിന്റെ വരവിനെ UDFിലേക്ക് പൂർണ്ണമായി വരവല്ലെങ്കിൽ കൂടിയും അൻവറിന്റെ UDFിനോടുള്ള ചേർന്ന് നിൽക്കലിനെ അവിടുത്തെ UDF പ്രവർത്തകർ ആഘോഷമാക്കുന്നുണ്ടോ? സമീർ, UDF അസോസിയേറ്റ് അംഗമാക്കിയതിന് പിറകെയാണ് PV അൻവറിന് സ്വാഗതം മോദിക്കൊണ്ട് കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അൻവർ ബേപ്പൂരിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ബേപ്പൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെ വലിയ ആക്ഷേപങ്ങളായിരുന്നു PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫറൂഖ് പാലത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അദ്ദേഹം ചില ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ആ വേളയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ ബേപ്പൂരിൽ വേണമെങ്കിലും താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നായിരുന്നു. മരുമോനിസം എന്നുള്ള ആ ഒരു പദം കൂടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. അത്തരം ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം UDF അസോസിയേറ്റ് അംഗമാകുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് UDFിന്റെ ഭാഗമാകുന്നു. അതിന്റെ പിറകെയാണ് ഇത്തരത്തിലുള്ള ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്നെഴുതിയ ഒരു ബോർഡാണിത്. ബേപ്പൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് സമീപത്തായിക്കൊണ്ടാണ് ഈ ബോർഡുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് പിറകിൽ ഇതിനോട് ചേർന്നുള്ള ഒരു പാർക്കുണ്ട്. ആ പാർക്കിന്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ UDF പ്രവർത്തകർ കൂടി ചേരുകയാണ്. അൻവർ ഇവിടെ തന്നെ മത്സരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതന്നെയാണ് നമ്മൾ ആവശ്യം. PV അൻവർ ബേപ്പൂർ നിയോജകമണ്ഡലത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചാൽ ഒരു ട്രെൻഡുണ്ടാകും, വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇപ്രാവശ്യം എന്തായാലും കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷം റിയാസിനുള്ളൂ, 1000-ന്റെ താഴെ. അങ്ങനെ 1000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ റിയാസിനുള്ളൂ. അത് മറിച്ചിടാൻ നമുക്ക് വലിയ പ്രയാസമില്ല. 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അത് മറിക്കാനും UDF ശക്തമായി അദ്ദേഹം നിൽക്കാനും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് UDF പ്രവർത്തകരാണ് ഞങ്ങളുള്ളത്. എന്തായാലും PV അൻവർ ബേപ്പൂരിലേക്ക് വരണം, മത്സരിക്കണം. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. PV അൻവർ ഇവിടെ മത്സരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായും UDF നേതാക്കളും അതുപോലെ UDFിന്റെ പ്രവർത്തകരുമൊക്കെ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ വിവിധ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ നിരന്നിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ C. മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.